ഈ യോജിപ്പ് എന്ന് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ പിണറായിക്ക് എന്താ കാര്യം? ഈ പിണറായിക്ക് എന്താ കാര്യം? എടാ, ബിഷപ്പന്മാരെ പറ്റി ഇത്രമാത്രം കേട്ടാൽ, ആ പേര് കേട്ടാൽ അറപ്പുള്ള പിണറായിയോട് ഞാൻ ചോദിക്കുക, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പെരുന്നയിൽ പോകും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ചേർത്തലയിൽ പോകും, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അരമനകൾ കയറി ഇറങ്ങും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അരമന വേണ്ട, പെരുന്ന വേണ്ട, ചേർത്തല വേണ്ട, പാലം കടക്കുവോളും നാരായണ നാരായണ, പാലം കടന്നാൽ കൂരായണ കൂരായണ. മാർക്സിസ്റ്റ് പാർട്ടി കിടന്നുറങ്ങിയത് എവിടെയാ? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ CPI പോലും കുരുതി കൊടുത്തുകൊണ്ട് പൊന്നാനി സീറ്റിൽ അല്ലേ PDPയെ മത്സരിപ്പിച്ച മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ സമുദായ ആ മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഇപ്പോൾ ഇത് പറയുന്നത്. മദനിയെ കൂട്ടുപിടിച്ചാലും 2 വോട്ടിന് വേണ്ടി, മദനിയെ കൂട്ടുപിടിക്കാം 2 വോട്ടിന് വേണ്ടി. എന്തിനാ ഇപ്പൊ അവസാനം എന്താ? നമ്മുടെ ഒരു PC തോമസ് ഉണ്ടല്ലോ, ഇന്ന് പ്ലീസ് ഇന്ന് വഞ്ചനാദിനം ആചരിക്കുന്ന PC തോമസിന്റെ കേരള കോൺഗ്രസ് വിട്ട് IFDP പോയി, NDA പോയി, BJP മന്ത്രിസഭയിൽ പോയി, തിരിച്ച് ജോസഫിലൂടെ പരകായ പ്രവേശനം നടത്തി LDFയിൽ വന്ന് PJയെ കാലുവാരി പിണറായിയുടെ കൂടെ നിൽക്കുന്ന ഈ PC തോമസിന് 27 പ്രാവശ്യം വഞ്ചനാദിനം ആചരിക്കേണ്ടതാ. ഇത്രമാത്രം വഞ്ചന കാണിച്ചിട്ടുള്ള ഒരാളുണ്ടോ? ചതി കാണിച്ചിട്ടുള്ള ഒരാളുണ്ടോ? എന്തിനു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മതത്തിന്റെ വികാരമിളക്കി വിട്ട്, മതത്തിന്റെ പേരിൽ വോട്ട് പിടിച്ച് സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഇസ്മയിലിനെ മൂവാറ്റുപുഴയിൽ തോൽപ്പിച്ചത്, മതവികാരങ്ങൾ ഇളക്കി വിട്ട് മതത്തിന്റെ പേരിൽ തോൽപ്പിച്ചത്, അത് കറപ്റ്റ് പ്രാക്ടീസാണ് എന്ന് സുപ്രീം കോടതി കണ്ട്, ഇലക്ഷൻ കമ്മീഷൻ കണ്ട്, ഇലക്ഷൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്ക് അയോഗ്യത കൽപ്പിച്ച PC തോമസിനെ ഘടകകക്ഷിയാക്കി കൊണ്ടു നടക്കുന്ന പിണറായിയെ അങ്ങേയ്ക്ക് നമസ്കാരം. ഇതുപോലെയുള്ള ഒരു വിചിത്രമായ ഒരു കൂട്ടുകെട്ട് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ആ പിണറായി ഇവിടെ വന്ന് മെത്രാന്മാർ സമാധാനം പറയണം. എന്തിനു? ഞങ്ങളുടെ യോജിപ്പിന് മെത്രാന്മാർ സമാധാനം പറയണമെന്ന്. ഇന്ന് നിങ്ങൾ ആരാ പിണറായി മെത്രാന്മാരോട് സമാധാനം പറയാൻ ചോദിക്കുന്നത്? അവിടെ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ജനങ്ങളോട് സമാധാനം പറഞ്ഞാൽ മതി. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്ന് ഭയപ്പാടും വിറയലും മാർക്സിസ്റ്റ് പാർട്ടിക്കുണ്ട് നമ്മുടെ യോജിപ്പിൽ. എന്താ കാര്യം എന്നറിയാമോ?